എന്താണ് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്? മദ്യപന്മാരല്ലാത്ത ആളുകളിൽ അവരുടെ കൊഴുപ്പ് കരളിൽ അടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ഒരു 5% മുകളിൽ കൊഴുപ്പുണ്ടെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ആയി. അത്രകാലത്ത് നമ്മൾ സാധാരണയായിട്ട് അമിതവണ്ണമായിട്ടൊക്കെ അസോസിയേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ PCOD, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇതൊക്കെ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേഷൻ ഈ ഫാറ്റി ലിവർ ഡിസീസിനുണ്ട്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ പലപ്പോഴും അതിന് സ്റ്റേറ്റോസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫാറ്റ് പെർസെന്റേജ് കൂടാം. അതുപോലെ ഫൈബ്രോസിസ് ഉണ്ട്. ഫൈബ്രോസിസ് ഓരോ സ്റ്റേജ് കഴിഞ്ഞ് F4 ഫൈബ്രോസിലേക്ക് എത്തുമ്പോഴേക്കും കരള് മിക്കവാറും സിറോസിൽ എത്തിയിട്ടുണ്ടാവും. ആ പേഷ്യന്റിനെ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരും, അല്ലെങ്കിൽ മരണത്തിനൊക്കെ കാരണമായിട്ട് തീരാം. അതൊരു ക്രോണിക് ലിവർ ഡിസീസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. നമുക്ക് ഈ ഫൈബ്രോസിസ് ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള 2 മരുന്നുകളുള്ളൂ. ഒന്ന് റെസ്മെട്രോൺ എന്ന് പറയുന്ന മരുന്നാണ്, രണ്ടാമത് GLP-1 അനലോഗ്സ് ആണ്. അപ്പൊ നിങ്ങൾ മൊഞ്ചോലയോ വെഗോവിയോ ഒക്കെ ഉപയോഗിച്ച് വെയിറ്റ് കൃത്യമായിട്ട് കുറച്ചു കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഫാറ്റി ലിവർ ഡിസീസ് കുറഞ്ഞു വരും. അപ്പം ഈവൻ നോർമൽ വെയിറ്റുള്ള ആളുകൾ, ഒബീസ് അല്ലാത്ത ആളുകൾ 20% ആളുകൾക്ക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടെന്നാണ് പറയാം. ഈ ഫാറ്റി ലിവർ ഡിസീസിന്റെ ഫൈബ്രോസിസ് റിവേഴ്സലിന് എപ്പോഴും ഏറ്റവും സഹായകരമായ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് GLP-1 അനലോഗ്സ് തന്നെയാണ്. Stay healthy. Follow for more.